ഈ പശ്ചിമേഷ്യയിലെ അശാന്തി നിറഞ്ഞ ഒരു തീരമായി നിൽക്കുകയാണ്. അതിനൊരു വിരാമം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഖൊമേനിയുടെ ശവസംസ്കാര ചടങ്ങിനിടയിൽ പോലും US ഇറാന് മേൽ അറ്റാക്ക് നടത്തി എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നല്ല സാർ. ഇനിയത്തെ അറ്റാക്ക് നമ്മൾ നേരത്തെ പല ടോക്കുകളും ചെയ്ത പോലെ അത് ഇതുപോലെയുള്ള ഒരു അറ്റാക്ക് ആയിരിക്കില്ല. അപ്പോൾ ഇന്നലെ ഇവിടെ ടെഹ്റാനാണല്ലോ ഇവിടെ തലസ്ഥാനം. അവിടുത്തെ മേയർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന വിഷയമേ ഇല്ല. മനസ്സിലാകുന്നുണ്ട്? യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന വിഷയമില്ല. എന്ത് വന്നാലും ഏതറ്റം വരെ പോയാലും അമേരിക്കയ്ക്ക് കീഴ്പ്പെടുന്ന ഒരവസ്ഥയില്ല. ആ രീതിയിലേക്ക് തന്നെ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. യുദ്ധം തുടരാൻ തന്നെയാണ് തീരുമാനം. ഞങ്ങൾക്കറിയാം പണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ചെയ്തതുപോലെ ഇനിയും ഞങ്ങളിൽ യുദ്ധം ചെയ്യിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അമേരിക്ക ആണവായുധം വരെ പ്രയോഗിക്കാം. ആണവായുധം പ്രയോഗിച്ച് ഞങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നീങ്ങിയാൽ പോലും വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയില്ല, കീഴ്പ്പെടുന്ന ഒരവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഇതിനകത്ത് നിന്ന് ഇപ്പം നാറ്റോ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറി, എനിക്കൊന്ന് മാർക്ക് റൂട്ടെ അല്ലേ, അയാൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ പറയാത്തൊരു കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇപ്പം സാർ പറഞ്ഞില്ലേ ഖമേനിയുടെ ഇന്നാ തീരുന്നത്. അതെ, ഇന്നലെ രാത്രിയിലൊക്കെ കത്തിക്കുമായിരുന്നു ഇറാനിൽ അമേരിക്ക. അതേ രീതിയിൽ ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഇന്ന് ശവസംസ്കാരം തീർന്നു കഴിഞ്ഞിട്ട് ഒരുപക്ഷെ ലോക നേതാക്കൾ നമുക്ക് ഇപ്പം കിട്ടുന്ന അറിയിപ്പ് ശരിയാണെങ്കിൽ ഇന്നത്തെ ശവസംസ്കാരത്തിന് പങ്കെടുക്കാൻ ഇരുന്ന ലോക നേതാക്കൾ ഇറാൻ വിട്ടു നിൽക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള റിപ്പോർട്ട് ഇന്റർനാഷണൽ മാധ്യമത്തിൽ വരുന്നത് റിസ്ക്കാണ്. ഇസ്രായേൽ ഇപ്പുറത്ത് നിൽക്കുന്നു, അമേരിക്ക ഈ സമയത്ത് തന്നെ നിലപാട് മാറ്റിയിരിക്കുന്നു. അവർ പറയുന്ന 3 കപ്പലുകളെ ആക്രമിച്ചു അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതായത് നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ ഇനി അമേരിക്ക, ഇപ്പം നാറ്റോ രാജ്യം അതിനകത്ത്, യൂറോപ്യൻ രാജ്യം അതിനകത്ത്, അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ഇന്നലെ ഇതിന് ശേഷം ആക്രമണം നമ്മൾ ഖത്തറിൽ നടത്തിയിട്ടുണ്ട്. കപ്പൽ ആക്രമിച്ചു, 3 കപ്പൽ. അതായത് കുവൈറ്റിലെ സൗദിയുടെ കപ്പൽ ആക്രമിച്ചിട്ടുണ്ട്, ബഹ്റിൻ ആക്രമിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പം വ്യാപകമായിട്ട് ആക്രമണം. അപ്പം GCC രാജ്യങ്ങളും അവിടെ നിന്ന് വേണമെങ്കിൽ ആക്രമണം തുടങ്ങാം. അല്ലെങ്കിൽ UAE നേരത്തെ അയൺ ഡോം സംവിധാനമൊക്കെ ഇസ്രായേൽ കൊടുത്തല്ലോ. അപ്പം പിന്നെ നാറ്റോയുടെയും കൂടെ ആകുമ്പം ഇതൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. കാരണം ഇത് ഹോർമൂസിൽ വീണ്ടും അടയ്ക്കുമെന്ന് പറയുന്നു. ഈ ഹോർമൂസ് വെച്ചുള്ള കളി അവർ കളിക്കുമ്പോൾ, ഹോർമൂസ് വെച്ച് കളിച്ചാൽ ഈ കളി ഇങ്ങനെ പോയാൽ ഇറാനെ ഇനിയും വിട്ടാൽ, കാരണം ഇത് ലോകത്തിലെ ഊർജ്ജ പ്രതിസന്ധി ഇല്ല സാറേ ഉണ്ടാക്കുന്നത്. അതെ, ഈ അമേരിക്ക ആരോടൊക്കെ സമാധാനം പറയണം? GCC രാജ്യങ്ങളെ എടുത്ത് അമേരിക്ക സമാധാനം പറയണം. നാറ്റോയിലുണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് അമേരിക്ക സമാധാനം പറയണം. കാരണം നാറ്റോയ്ക്ക് ഇപ്പോൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാറ്റോയെ കയറി അടിക്കാൻ സാധ്യത ഇപ്പം റഷ്യ ഉണ്ട്. റഷ്യയെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം റഷ്യയുടെ കയ്യിൽ നിന്ന് ഇപ്പം നാറ്റോ ഈ രീതിയിൽ റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ഊർജ്ജ പ്രതിസന്ധി വന്നാൽ റഷ്യയുടെ കയ്യിലും ഊർജ്ജം വാങ്ങിക്കാനുള്ള അവസ്ഥയില്ല. റഷ്യയുടെ അവസ്ഥ അറിയാമല്ലോ, ഇവന്മാർ കയറി ആക്രമിച്ചിട്ട് റഷ്യക്ക് വേണ്ടിയുള്ള ഇന്ധനം ഇപ്പം നമ്മളാ കൊടുക്കുന്നത്. 1,11,000 ബാരൽ ഊർജം ഒരു ദിവസം അവർക്ക് വേണ്ട ഇടത്ത്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ചെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള ഇടങ്ങൾ ഇല്ല എന്ന് വെച്ചാൽ നശിപ്പിച്ചിരിക്കുന്നു റിഫൈനറീസ്. യുക്രൈൻ. അപ്പൊ അവിടത്തേക്ക് ഇപ്പം ഒരു ദിവസം ഏതാണ്ട് 25,000 തൊട്ട് 35,000 ബാരൽ വരെ നമ്മളാ കൊടുക്കുന്നത്. അപ്പൊ ലോകത്ത് ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയിലൊക്കെ പോകുന്നു. ഇവൻ നശിച്ച് ഭണ്ഡാരം തുടങ്ങി വിട്ടുകൊടുക്കുന്ന അവസ്ഥയില്ല. ഇറാനെ സംബന്ധിച്ചോളം ഇറാന്റെ ഒരു ജീനതാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയാണ്. മാത്രവുമല്ല ഇപ്പം ഇതിനകത്തും ഈ ഇറാൻ റഷ്യ സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ തിരിച്ച് അവർക്കൊരു ഹെൽപ്പ് റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം പേട്രിയറ്റ് മറ്റ് കണ്ടമാനം ഡ്രോണുകളും മിസൈലുകളും ഇറാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇപ്പം നാറ്റോ കൂടി എനിക്കൊന്ന് നാറ്റോ യോഗം നടന്നുകൊണ്ടിരിക്കും. നാറ്റോയിൽ സമാധാനം പറയണം. ട്രംപ്, നിങ്ങൾ ഈ യുദ്ധം നടത്തി കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ട്, ലോകത്ത് മൊത്തം ഊർജ്ജ പ്രതിസന്ധിയുണ്ട്, മര്യാദയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന സംവിധാനങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്,
നിങ്ങൾ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിന് ഇയാൾ മറുപടി പറയണം. ഇയാളുടെ രാജ്യത്തിന് മറുപടി പറയണം. എത്ര ലക്ഷം കോടിയാണ് കഴിഞ്ഞ ദിവസത്തെ കണക്കെന്ന് സാറിന് അറിയാം. പെൻറ്റഗണിൻ്റെ കണക്ക് നിസ്സാരമായിട്ടുള്ള നഷ്ടമല്ല യുദ്ധത്തിലുണ്ടായിരിക്കുന്നത്. അതായത് യുദ്ധം ചെയ്യുന്നതിനുള്ള നഷ്ടം. രണ്ടാമത് യുദ്ധ ചെലവിൻ്റെ കാര്യം അവിടെ അതൊന്ന്. രണ്ടാമത് നാശനഷ്ടത്തിൻ്റെ കണക്ക്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെയോ വിചാരിച്ചാണല്ലോ ട്രംപ് തുടങ്ങിയത്, ഒന്നും വിചാരിച്ചത് നടക്കാതെ പോവുകയും എത്താതെ പോവുകയും ചെയ്താൽ ട്രംപിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അമേരിക്കയുടെ ഇതുവരെയുള്ള സർവാധിപത്യത്തെ ബാധിക്കും. ഞാൻ വലിയ കൊമ്പനാനയാണ്, അല്ല നമ്മൾ പറയത്തില്ലേ വലിയ കക്ഷിയാണ്, മറ്റേ മറിച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ കൊമ്പനാനാണ്? ആരെങ്കിലും അംഗീകരിക്കുന്ന ഒരവസ്ഥ. ലോക പോലീസായിട്ട് നിൽക്കുകയും ലോകക്രമത്തിനകത്ത് അല്ലെങ്കിൽ അയാളുടെ കീഴിൽ നാറ്റോയും GCC മറ്റു പലതിനെയും ഒക്കെ ഒടുക്കാൻ കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞില്ലയോ, അമേരിക്ക എടുത്ത് ഉടക്കിയതിന് ശേഷം, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഉടക്കിയതിന് ശേഷം പറഞ്ഞ ഇന്ത്യ ഞങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീ അങ്ങോട്ട് പോയാലും അങ്ങനെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇയാൾ അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല, അതിനെക്കാട്ടി സംവിധാനം ഉള്ളതും അല്ലെങ്കിൽ കൂടെ നിന്നാൽ ഗുണമുള്ളതും, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇന്ത്യ അത്രയും കരുത്തുണ്ടെന്നില്ല അതിൻ്റെ അർത്ഥം. അമേരിക്ക പോയാലും ഞങ്ങൾക്ക് ഇന്ത്യ ഉണ്ടെന്ന് പറയുമ്പം എന്തു സാർ അതിൻ്റെ അർത്ഥം? ഒന്നെങ്കിൽ തുല്യമാവണം, അല്ലെങ്കിൽ അതിനപ്പുറമാവണം. ആരാ? ഇന്ത്യ. അപ്പൊ അമേരിക്ക അതേ രീതിയിൽ ഇസ്രായേൽ അവഗണിച്ച് കളഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ പറയുക ഒന്നും അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അമേരിക്ക ഒന്നും അല്ലെന്നുള്ള രീതിയിലേക്കുള്ള ചിന്ത എല്ലായിടവും വരും. അപ്പൊ ഈ അപ്രമാദിത്യം, ഈ സർവാധിപത്യം ഒക്കെ പോകുന്ന രീതിയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ പേടിക്കുന്നുണ്ട്. കാരണം ഇറാന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനാണല്ലോ ഏറ്റവും വലിയ കക്ഷി. ഈ സർവാധിപത്യത്തിന് വേണ്ടിയാണല്ലോ ഇവന് അന്നാ തോന്നിയ ദിവസം അവിടെ കാണിച്ചത്. ജപ്പാൻ എന്ന് വലിയ കരുത്തുള്ള രാജ്യമായിരുന്നു, അവിടെ കൊണ്ടുവന്ന് ഈ അണുവായുധം ഇട്ടിട്ടാണല്ലോ. അതുപോലുള്ള ഒരു പ്രവൃത്തി ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ ടെഹ്റാനിലെ മേയറിന്റെ ഭാഗത്തു നിന്ന് സംസാരിച്ചത്. അതായത് ഇട്ടാലും ഞങ്ങൾ വിടത്തില്ല, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നൊരവസ്ഥയില്ല. ഏതായാലും ഈ സമയത്ത്, കാരണം ഒരു ഖമേനിയുടെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു ആചാര്യന്റെ ശവസംസ്കാരം തീരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇന്ന് തീരേണ്ട അവസ്ഥയിൽ IRGS എന്ന് പറയുന്ന അവരും മാറുന്നില്ല, അവരും അവനെ ഈ സമയത്ത് ഈ 3 കപ്പൽ ആക്രമിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അവിടെ അതങ്ങ് അലമ്പായി യഥാർത്ഥത്തിൽ പറഞ്ഞു. ഈ ഖമേനി ഇരുന്നപ്പോൾ ചത്തു കിടക്കുന്നെങ്കിലും അയാൾ ഇരുന്നപ്പം അവിടെ ഭരണം മോശമാണ്, പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ഇല്ലാത്തവർക്ക് എല്ലാം മോശമായിട്ടുള്ള ലോകത്ത് ഒരുപക്ഷെ മാനുഷിക പരിഗണന ഇല്ലാത്ത പല ക്രൂരകൃത്യങ്ങളും അവിടെ നടക്കുന്നെങ്കിലും ഇവൻ പറയുന്ന കാര്യമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇതിന് ശേഷം, ഇയാളുടെ മരണത്തിന് ശേഷം അവിടെ ഈ സ്പീക്കറുണ്ടോ? ഉണ്ട്. പ്രസിഡന്റ് ഉണ്ടോ? എന്തേലും പറഞ്ഞ ആരെങ്കിലും ഇല്ല. ഈ IRGS പല വിഭാഗമായി. ഇതെല്ലാം നമ്മൾ പറയുന്ന പോലെ ഇതിൻ്റെ എല്ലാം പുറകിൽ സാമ്പത്തികം ഉണ്ടല്ലോ. ഇവന്മാർക്ക് ഇപ്പോൾ അതിനകത്തുനിന്ന് എണ്ണ അടിച്ചു മാറ്റുമോ, എണ്ണ വിൽക്കുമോ, അത് പല 10-35 വിങ്ങായിട്ട് അങ്ങ് നിൽക്കുക. അപ്പം പ്രശ്നങ്ങളുണ്ടാക്കി, വിഷയങ്ങളുണ്ടാക്കി, എണ്ണക്കള്ളക്കടത്തും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്താം. ഒരു സംവിധാനത്തിലേക്കോ ഒരു രാജ്യത്തിൻ്റെ ഒരവസ്ഥയിലേക്കോ മറ്റ് നേരത്തെ പോയതുപോലെ പോയാൽ ഇത് നിയന്ത്രിക്കുന്ന ഒരാളായാൽ അത് വരത്തില്ല. ഇപ്പം ഇല്ല എല്ലാവർക്കും ഒക്കുന്ന പോലെ. അപ്പം അവിടെ ആകെപ്പാടെ രാജ്യം നശിച്ചു. അപ്പം ഇതിനകത്ത് തന്നെയല്ലേ പാകിസ്ഥാനകത്ത് നടക്കുന്ന പോലെ വിവിധ ഗ്രൂപ്പുകളായിട്ട് മത്സരിച്ച് വീതം വെച്ചെടുത്തുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പം ആര് ചർച്ച നടത്തിയാലും എന്ത് ചർച്ച നടത്തിയാലും ഇനിയിപ്പം, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറയുന്നത്, ദൈവത്തെ ഓർത്ത് ഈ ഇറാന്റെ നേതാക്കന്മാരെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യാന്വേഷണം അല്ലെങ്കിൽ ഇസ്രായേൽ പലവട്ടം പ്ലാൻ ചെയ്തിരിക്കുന്നു. പാകിസ്ഥാൻ ഇടനിലക്കാരനെ പാകിസ്ഥാനെയും മുനീറിനെയും. അപ്പം അവസാനം മുനീറും വന്ന് പറഞ്ഞത് എന്താണെന്നറിയാം ട്രംപിനോട്, ദൈവത്തെ ഓർത്ത് കൊല്ലല്ലേ, ഞങ്ങളെ കൊല്ലല്ലേ എന്നല്ല, ഇറാൻ നേതാക്കന്മാരെ കൊല്ലല്ലേ. കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോട് ചർച്ച ഉണ്ടാക്കും? ചർച്ച ചെയ്യാൻ ആള് വേണ്ടേ? ആരോട് ചർച്ച ഉണ്ടാക്കി? ഇപ്പൊ ഒരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു സ്പീക്കറോ ഉണ്ട്. മറ്റേ IRGSന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ തലവന്മാർക്ക് വിവരവും ബോധവും അല്ലെങ്കിൽ ചർച്ച എന്തുവാ, ലോകം എന്തുവാ, അല്ലെങ്കിൽ ലോകക്രമം എന്തുവാന്ന് പോലും അറിയത്തില്ല. പിന്നെ എങ്ങനെ ചർച്ച ചെയ്യുന്നത്? താലിബാനെക്കാട്ടി മോശമാണെന്നാ പറയുന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും ഇനിയും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യം പറഞ്ഞു പോകുന്ന ഒരവസ്ഥയില്ല. യുദ്ധം കടുക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഏത് രീതിയിൽ ഒരുപക്ഷെ ലോകത്തെ ബാധിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം ഹോർമൂസ് കടലിടുക്ക് ലോകത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധിയെ എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. സാറിന് അറിയാമല്ലോ, 50% ഊർജ്ജം, ഗ്യാസായാലും കൊള്ളാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളായാലും കൊള്ളാം, അതിലേക്കൂടാണ് കടന്നു പോകുന്നത്. അതിനകത്തൊരു 20% നമ്മുടേതും അതിലേക്കൂടെ കടന്നു വരുന്നുണ്ട്. ജപ്പാൻ്റെയൊക്കെ 98% ആവുക. അപ്പം അത് ഒരു പ്രശ്നമാണ്, അതൊരു വിഷയമാണ്. യുദ്ധം കനക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്ക ഇനി വിട്ടുകൊടുത്തിട്ട് കാരണം അമേരിക്കയോടൊപ്പം നമ്മൾ എപ്പോഴും ചോദിക്കുന്ന പോലെ എന്ത് നേടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അമേരിക്കയ്ക്ക് ഉണ്ടാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.